പ്രിയപ്പെട്ടവരെ, ജാഫർ വിഷനിലേക്ക് സ്വാഗതം. കേട്ടുകേൾവിയില്ലാത്ത മാരകമായ രോഗങ്ങൾ ബാധിച്ച് പ്രയാസപ്പെടുന്ന കുട്ടികളുടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സ്വദേശി ആരിഫിൻ്റെ മകൻ ഇമ്രാൻ മുഹമ്മദിനെ കുറിച്ചാണ്. 6 മാസം മാത്രം പ്രായമുള്ള ഇമ്രാൻ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 4 മാസമായി വെന്റിലേറ്ററിൽ കഴിയുകയാണ്. സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന ലോകത്തെ തന്നെ ഏറ്റവും മാരകമായ രോഗങ്ങളിലൊന്ന് പിടിപെട്ടാണ് ഇമ്രാൻ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്നത്. ഏകദേശം 18 കോടി രൂപയാണ് ഇതിൻ്റെ മരുന്നിന് ആവശ്യം. അമേരിക്കയിൽ നിന്നും ലഭ്യമാകുന്ന സോളോജെസ്മൻ എന്ന് പറയുന്ന ഒറ്റ ഡോസ് മരുന്നിൻ്റെ വിലയാണ് 18 കോടി രൂപ. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാത്ത പെരിന്തൽമണ്ണ സ്വദേശി ആരിഫിൻ്റെ ഇപ്പോഴുള്ള ഏക ജീവിത ലക്ഷ്യം തൻ്റെ 6 മാസം പ്രായമുള്ള ഇമ്രാനെ ജീവിതത്തിലേക്ക് രക്ഷിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ 18 കോടി രൂപ എന്നുള്ളത് ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ള ഭീമമായ ഒരു സംഖ്യയാണ്. കാരുണ്യമുള്ളവരിൽ നിന്നും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ആരിഫും കുടുംബവും. ഇപ്പോൾ അഭിമാനബോധത്തോടെയാണ് മലയാളിക്ക് മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. 7 ദിവസം മുമ്പ് കണ്ണൂർ ജില്ലയിലെ മാട്ടൂലിൽ നിന്നും ഇതേപോലുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. 15 വയസ്സ് പ്രായമുള്ള അഫ്ര എന്ന് പറയുന്ന പെൺകുട്ടി ഇതേ രോഗം ബാധിച്ചിരുന്നു. പക്ഷേ അഫ്രക്ക് മരുന്നുകൊണ്ട് അതിൻ്റെ ഫലം ലഭിക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആരെങ്കിലും സഹായിച്ച് തൻ്റെ കുഞ്ഞനുജൻ മുഹമ്മദിനെ രക്ഷിച്ചെടുക്കണം എന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അഫ്ര വിളിച്ചു പറഞ്ഞപ്പോൾ 7 ദിവസം കൊണ്ട് കരുണയുടെ കടലായ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മലയാളികൾ അതിനെ നെഞ്ചോട് ചേർത്ത് ഇന്നലെ ആവശ്യമായ 18 കോടി രൂപ പിരിച്ചെടുത്തു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, മുഹമ്മദിൻ്റെ കാര്യത്തിൽ നാം കാണിച്ച അതേ ജാഗ്രത തന്നെ പെരിന്തൽമണ്ണ ആരിഫിൻ്റെ 6 മാസം പ്രായമുള്ള പ്രിയപ്പെട്ട മകൻ ഇമ്രാൻ്റെ കാര്യത്തിലും കാണിക്കണം. ജീവിതത്തിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരുപാട് പണം ചെലവഴിക്കാൻ തയ്യാറാകുന്ന നിങ്ങളും ഞാനും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും ചേർന്നാൽ നമുക്ക് ഈ തുക ഇനിയും സമാഹരിക്കാവുന്നതേയുള്ളൂ. കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 5% താഴെ ആളുകൾ വെറും 100 രൂപ മാത്രം എടുത്താൽ ആരിഫിൻ്റെ കുടുംബത്തിലെ പ്രയാസങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ 4 മാസമായി കഴിയുന്ന ഇമ്രാൻ മുഹമ്മദിനെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും. എല്ലാവരും ഈ സദുദ്യമത്തിൽ പങ്കാളികളാവണമെന്നാണ് ജാഫർ വിഷന് വളരെ സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കാനുള്ളത്.